എല്ലാവരും മേലേക്ക് കയറിക്കോ മാഷേ. എല്ലാവരും മുകളിലേക്ക് കയറി. എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. മെഡിക്കൽ കോളേജ് ആണെങ്കിലും താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ആണെങ്കിലും അവിടെ മരുന്നുമില്ല, മന്ത്രവുമില്ല, ഡോക്ടറുമില്ല. സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഒരിക്കലും നല്ല ചികിത്സ കിട്ടുന്നില്ല. ഏത് രംഗത്താണ് നേട്ടം തുറന്നു പറയാൻ തയ്യാറാക്കണം ഗവൺമെന്റ്. ജനങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ഞാൻ പറയുന്നത് 10 വർഷക്കാലത്തെ ഭരണം എന്ന് പറഞ്ഞാൽ CPM-ലെ ഒരുപിടി ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഭരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പഴയ CPM അല്ല, നിങ്ങൾക്കറിയാം. ഈ തൊഴിലാളി വർഗ സംസ്കാരത്തിൽ നിന്ന് ഒരു സമ്പന്ന വർഗ സംസ്കാരത്തിലേക്ക് എത്തിപ്പെട്ട ഒരു നേതൃത്വവും പാർട്ടിയുമാണ് കേരളം നയിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രീ കുഞ്ഞകൃഷ്ണനെ പോലുള്ള ആളുകൾ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുള്ള കടുത്ത അഴിമതി, രക്തസാക്ഷി ഫണ്ട് പോലും തിരിമറി നടത്തിയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആർക്കും സഹിക്കാവുന്ന കാര്യമല്ല. അതെല്ലാം തുറന്ന് പറഞ്ഞതിനാണ് നിങ്ങൾ ആലോചിക്കണം ശ്രീ കുഞ്ഞകൃഷ്ണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇവിടെ അഴിമതിക്കാരനെ പുറത്താക്കാൻ പാർട്ടി കഴിയുന്നില്ല, മറിച്ച് അഴിമതി ചൂണ്ടിക്കാണിച്ചവരെ പുറത്താക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി എവിടെ എത്തി നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ, ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് പുത്തൻ മുതലാളിത്ത സംസ്കാരം കൊണ്ടു നടക്കുന്നത് CPM-ലെ നേതാക്കളാണെന്ന് തുറന്നു പറയേണ്ടി വരും. അങ്ങനെ ഒരുമായി നിങ്ങൾ കാണണം. ഇപ്പോ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി 2 മാസം പ്രഖ്യാപിച്ചത് 5 ഗ്യാരണ്ടികളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സഹോദരി ആരോഗ്യമേഖല സാധാരണക്കാർക്ക് രക്ഷയില്ല, നല്ല ചികിത്സ കിട്ടാൻ മാർഗമില്ല, കാരണം സർക്കാർ ആശുപത്രിയിൽ മരുന്നുമില്ല. 3ാമത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ പലിശ